അമേരിക്ക ലോക പോലീസാണ്. അതുമാത്രമല്ല, അമേരിക്ക ഇടപെട്ട് വിഷയങ്ങളുണ്ടാക്കാത്ത രാജ്യങ്ങളുമില്ല. പണ്ട് മുതൽ തന്നെ അമേരിക്ക ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ആക്കം കൂടിയിട്ടുണ്ടോ? ഉണ്ട്. അത് നമ്മൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കത് പറയാൻ പറ്റുന്നത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലെന്ന് പറഞ്ഞാൽ നമ്മൾ നിരന്തരമായിട്ട് ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം ഏറ്റവും അവസാനം ബംഗ്ലാദേശ്. ഈ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവരെ നിയന്ത്രിക്കുന്ന ഭരണകൂടം, അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുന്ന ഭരണകൂടത്തിനപ്പുറം ഒരു ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പം ഏതൊക്കെ രാജ്യങ്ങൾ ഉയർന്നു വരുന്നു, അല്ലെങ്കിൽ അവരുടെ വ്യാപാരങ്ങൾ ഏതൊക്കെ രാജ്യത്ത് നടത്താൻ പറ്റുന്നു, അവരുടെ വ്യാപാരങ്ങളെ മറികടക്കാൻ സാധ്യതയുള്ള ഏതൊക്കെ രാജ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരെ വിധേയപ്പെടാതെ വരുന്ന രാജ്യങ്ങളുണ്ട്. ഇതെല്ലാം അനുസരിച്ച് ഒരു 50 കൊല്ലത്തിനപ്പുറം എന്തൊരു രാജ്യത്തിന് സംഭവിക്കണം എന്ന് കണക്ക് കൂട്ടി ലോകത്ത് മൊത്തം ഇടപെട്ടുണ്ട്. അതിനുള്ള സാമ്പത്തികവും അല്ലെങ്കിൽ എല്ലാ സംവിധാനം അവർക്കുണ്ട്. അപ്പം ഇപ്പം നമ്മൾ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇത് നടപ്പാവാതെ വന്ന 2 സമയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് മോദിയുടെ 10 കൊല്ലം, അതിന് മുമ്പ് ഇന്ദിരാഗാന്ധിയുടെ ആണ് അവർക്ക്. അതിന് മുമ്പത്തെ അതിന് അപ്പുറത്തെ ഇപ്പുറത്തെ എല്ലാ സമയങ്ങളും പിന്നെ വാജ്പേയിയുടെ കാലത്ത് നടന്നിട്ടില്ല. വാജ്പേയി പിന്നെ മിതവാദിയായിരുന്നു. എന്നാലും വാജ്പേയി ഇന്ത്യയുടെ അജണ്ടയെ നടപ്പാക്കിയിട്ടുള്ളൂ, വേറെ സ്റ്റൈലിൽ നടപ്പാക്കിയിട്ടുണ്ട്. ഞാൻ പ്രധാനപ്പെട്ട 2 ഭരണാധികാരികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതിൽ അവരുടെ കൈ നിൽക്കാത്തതുമായിട്ടുള്ള ഈ വാററിയാമല്ലോ, നമ്മുടെ ഈ ബംഗ്ലാദേശ്. അന്നും ഇവർ വന്നപ്പോൾ പറഞ്ഞ് വാടാന്നുള്ള രീതിയിലോ കപ്പൽപ്പട കൊണ്ടുവന്നപ്പോൾ എന്താ നോക്കട്ടെ എന്നുള്ള രീതിയിലും. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ അവരെ അവസാനം ഇവരിടപെട്ട് ഇടപെട്ട് തന്നെയാണ് ആ കൊലപാതകത്തിന് ഇടപെടിയിലുണ്ടെന്നാണ് ഇപ്പോഴും ഈ പറയുന്നത്. ഇപ്പം രണ്ടാമത് കഴിഞ്ഞ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കുന്ന അമേരിക്കയുടെ ഉദ്യോഗസ്ഥനായിരുന്നല്ലേ ഈ മൻമോഹൻ സിംഗ്. സോണിയാഗാന്ധി ആയിരുന്നു താല്പര്യം. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി ചെന്ന് പറഞ്ഞല്ലോ, സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, അവർക്ക് ഇതിൻ്റെ വിഷയമുണ്ട്. ഇപ്പോഴും ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് ഇപ്പോൾ ഈ വിദേശ പൗരത്വം ആരോപിച്ചേക്കുക മറ്റേതിനകത്തും. അപ്പോൾ അത് അങ്ങനെയാണ് അവർ മാറുന്നത്. അപ്പം അടുത്ത പറഞ്ഞു എന്നാൽ മൻമോഹൻ സിംഗ് ഇതാണല്ലോ അവിടെ ജോലി ചെയ്തിട്ടുള്ള ഡയറക്റ്റ് അമേരിക്ക എല്ലാ കാര്യങ്ങളും നടക്കും. അപ്പം എല്ലാം അവരുടെ രീതിയിലായിരുന്നു. കാരണം ഇന്ത്യയിൽ ഇടയ്ക്കിടയ്ക്ക് കലാപം ഉണ്ടാവും, അവിടുന്ന് 4 ഭീകരന്മാർ കയറി, ഇവിടുന്ന് 4 ഭീകരന്മാർ കയറും. അപ്പോൾ ഇന്ത്യ ഒരു സാധനം കൊണ്ടുവച്ച് നമ്മുടെ ചന്തയുണ്ടല്ലോ, അവരുടെ സാധനം കൊണ്ടുവച്ച് കച്ചവടം ചെയ്യണം. കാരണം 140 കോടി ജനങ്ങളുണ്ട്, അവരുടെ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ബ്രിട്ടീഷുകാരും അങ്ങനെയായിരുന്നു, യൂറോപ്യൻസ് മൊത്തവും, നേരത്തെ പ്രധാനപ്പെട്ട അമേരിക്ക. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ കുറേ കാലം ഇവിടെ കച്ചവടം ചെയ്യണമെങ്കിൽ ഇവിടെ ചില നിബന്ധനകളുണ്ട്, അല്ലെങ്കിൽ ഇയാൾക്ക് സാധനം കച്ചവടം ചെയ്യണം, ഇവിടെ കൊണ്ടുവച്ച ഫാക്ടറി അങ്ങ് തുടങ്ങാം. അപ്പം ഞാൻ പറയുക, ഞാൻ എൻ്റെ സാധാരണ ഭാഷയിൽ പറഞ്ഞ അതുപോലെ മേക്കിംഗ് ഇന്ത്യ. അപ്പം ഈ രീതിയിൽ നമ്മുടെ രാജ്യത്തെ ഉപയോഗിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഭരണാധികാരികൾ കാണിച്ചു കൊടുക്കുന്നൊരവസ്ഥ. മാത്രമല്ല, നരേന്ദ്രമോദി വന്ന കാലത്ത് ഇപ്പോൾ തന്നെ പല വിഷയങ്ങളിലും നമ്മൾ അമേരിക്ക പറയുന്നത് പരിഗണിക്കാറില്ല. ഏറ്റവും അവസാനം നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, റഷ്യയായിട്ട് എല്ലാവരെയും ബാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അവിടുന്ന് ക്രൂഡ് ഓയിലൊന്നും മേടിക്കരുത്, സാമ്പത്തികമായിട്ട് റഷ്യ തകർന്നു. നമ്മൾ പോയി ക്രൂഡ് ഓയിൽ നമ്മുടെ പൈസ കൊടുത്ത് ഡോളർ മാറ്റിയിട്ട് നമ്മുടെ പൈസ കൊടുത്ത് ഉപരോധപ്പെടുത്തുന്നു, നമ്മൾ ഇഷ്ടം കൊടുത്തല്ലോ, ഞങ്ങളുടെ കാര്യം ഞങ്ങളത് തീരുമാനിക്കും. അപ്പോൾ അതിനുശേഷം സൗദി കരാറങ്ങ് മാറ്റി. ആരാ? അമേരിക്കയുമായിട്ടുള്ള ഡോളർ കരാർ മാറ്റിയിട്ട് 50 കൊല്ലത്തെ കരാർ പുതുക്കാൻ നിന്നില്ല. അപ്പം നമ്മുടെ ഈ നിലപാട് കൊണ്ട് അമേരിക്കയ്ക്ക് ലോക പോലീസ് കളിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ അമേരിക്കയുടെ കൂടി നിൽക്കുന്ന രാജ്യങ്ങൾ പോലും അമേരിക്കയെ അംഗീകരിക്കാത്ത ഒരു രീതിയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ജോണിനെ ആരും അടിക്കത്തില്ല, ജോൺ വലിയ ചട്ടമ്പിയ. ഞാൻ വന്ന് 2 അടി അങ്ങ് തന്നു കഴിയുമ്പം ലോകത്തുള്ളവരെല്ലാം അടിക്കേണ്ടവരെല്ലാം പിന്നെ അടിക്കാൻ തുടങ്ങും. എന്നുവെച്ചാൽ ആൾക്കാരുടെ ആ പേടി അങ്ങ് മാറി. മനസ്സിലായി എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഈ രീതിയിലൊക്കെ പേടി മാറി. അപ്പോൾ അമേരിക്ക അതിന് ഇന്ത്യയെ പാട്ടിലാക്കണം. ഇന്ത്യ ഇനി അടുത്തത് 3ാമത്തെ ലോക സാമ്പത്തിക ശക്തിയായിട്ട് വരും, അല്ലെങ്കിൽ അത് പറഞ്ഞിട്ട് പോകും. അപ്പോൾ ആ സാമ്പത്തിക ശക്തിയായിട്ട് വരുന്നതിൽ നിന്ന് ഇന്ത്യയെ പിന്തുണപ്പിക്കണമെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലെങ്കിൽ കയറ്റുമതി ഇറക്കുമതി, ഇതിനെല്ലാം, അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ കമ്പോളം, ഇതിനെല്ലാം ബുദ്ധിമുട്ടുണ്ടാവണം. അതിന് വേണ്ടിയുള്ളതെന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ ഇന്ത്യ പ്രശ്നമുള്ള പ്രദേശമായിട്ട് വരണം. ഇന്ത്യ പ്രശ്നമുള്ള പ്രദേശമാണെങ്കിൽ ഇവിടെ ഒന്നെങ്കിൽ CA സമരം, അല്ലെങ്കിൽ കർഷക സമരം, അല്ലെങ്കിൽ വിഷയങ്ങൾ, നിരന്തരം വിഷയം, അല്ലെങ്കിൽ മുസ്ലിം ഹിന്ദു കലാപം, ഇതൊക്കെ ഇതൊന്നും കഴിഞ്ഞ 10 കൊല്ലമായിട്ട് നടക്കുന്നില്ല. എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന അന്നും ഈ പറച്ചിലിനടുത്ത് ഇന്ത്യക്ക് അകത്തുള്ള ആൾക്കാരല്ലേ ഈ പറയുന്നത്. ഒരു സാധനം അങ്ങ് വിടുക. അപ്പം ഞാൻ ജോണും ഞാനും കേൾക്കുക, നാളെ ഹിന്ദു മുസ്ലിം വിഷയം ഉണ്ടാവും കേട്ടോ. എവിടുന്നാ വരുന്നത് നമുക്കറിയാം, ഹിന്ദു മുസ്ലിങ്ങൾ അടി ഉണ്ടാവും കേട്ടോ. ഇതിങ്ങനെ അങ്ങ് പരന്ന് ഈ ഒരു ഇത് ആയിട്ട് അങ്ങ് നിൽക്കും, അത് ലോകത്തോട്ട് പകരും. അപ്പം ബിസിനസ് ചെയ്യാൻ ആരെങ്കിലും നല്ല കമ്പനിക്കാർ വരുമോ? ഇവിടെ കൊണ്ടുവന്ന് 10,000-2,000 കോടി അല്ലെങ്കിൽ 20,000 കോടി മുടക്കി കഴിയുമ്പോൾ ഇവിടെ വിഷയം കമ്പനിയും കൂട്ടി പോകണമെങ്കിൽ ആ പൈസ മൊത്തം പോകത്തില്ലേ? അതുപോലെ വലിയ വലിയ ആൾക്കാർ ഇവിടത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമോ? കോടീശ്വരന്മാർ ഇവിടുത്തെ ഷെയർ മേടിക്കുമോ?
അല്ലെങ്കിൽ ഇന്ത്യൻ ഷെയറിന് മൂല്യം ഉണ്ടാവുമോ? ഇന്ത്യയിലെ വ്യവസായികൾക്ക് ഉയർച്ച ഉണ്ടാവുമോ? അപ്പോൾ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു രാജ്യത്തിൻ്റെ സമ്പത്തിനെ കാൽക്കുലേറ്റ് ചെയ്താൽ രാജ്യത്തിലെ ഓരോരുത്തരുടെയും ഓരോ ആൾക്കാരുടെയും വരുമാനത്തിൻ്റെ റേഷ്യോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ ബിസിനസ് നടക്കാൻ വരികയും പ്രകടനമില്ലാതെ വരികയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, മാത്രമല്ല ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ പ്രതിശീർഷ വരുമാനം ഒരു വ്യക്തിക്ക് കൂടുന്നൊരവസ്ഥ വന്നാൽ എവിടെ പോകും? 150 കോടി ജനമല്ല നിൽക്കുന്നത്, ചില്ലറ കമ്പോളമല്ല. വരുമാനം കൂടി അല്ലെങ്കിൽ ഓരോരുത്തരും പണിയെടുക്കാനുള്ള സൗകര്യമായി പണിയെടുക്കുന്ന അവസ്ഥ വന്നു, അതിനുള്ള സാഹചര്യമായി സംവിധാനം ആകുമ്പോഴത്തേന് ഇത് പറയുന്ന പോലെയല്ല, കയറിപ്പോവും. അപ്പം ഇതിന് തടയിടേണ്ടതിന് വേണ്ടി അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. അതിനു വേണ്ടി ഇപ്പം കഴിഞ്ഞ ദിവസം ഹിൻഡൻബർഗ് ലോകത്തിലെ, അതായത് ഈ ഹിൻഡൻബർഗ് റിസർച്ചിനെ അമേരിക്ക പോലും വിശ്വസിക്കുന്നില്ല. എൻ്റെ മുന്നേ ഹിൻഡൻബർഗ് അല്ല, അതെ ഇത് കേട്ടണം. ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് പല ഇതുപോലുള്ള ഏജൻസികളും സ്വയം പ്രഖ്യാപിത ഏജൻസികളാണ്. ഇപ്പം ഞാനും ജോണും ഇവിടെ അല്ലേ നമ്മുടെ 3-4 പേരോട് കൂടി ഒരു ഏജൻസി അങ്ങ് രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ക്ലബ് സാധനം രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ ഓരോ റിപ്പോർട്ടുകൾ ഉണ്ടാക്കി അങ്ങ് ഇടുക. ഇതുപോലെ അമേരിക്കയിൽ ഉണ്ടാക്കുന്ന ഹിൻഡൻബർഗ് 9 പേരേ ഉള്ളൂ. അവന് ഏജൻസി ഉണ്ടാക്കിയിട്ട് അവൻ ഇതിൻ്റെ ഒരു പ്രൊഫൈലും ഒക്കെ ലോക നിലവാരത്തിൽ വെച്ച് അമേരിക്കയിൽ നിന്ന് സായപ്പെടുന്നതായതുകൊണ്ട് ഇവിടെ വായിച്ചിട്ട് പറയുക, അവൻ പറയുന്നില്ല ശരിയാണെന്ന് പറയുക. ഇതിനെ അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണമെന്ന് പറഞ്ഞാൽ അദാനിയെ തകർക്കണം. അദാനി ലോകത്തെ 10-30 വ്യവസായികളുടെ അടുത്തേക്ക് വരും. 30-ാമത്തെ വ്യവസായിയായിരുന്നു ലോകത്ത്. അയാളെ താപ്പോട്ട് അടിക്കണം. ഇന്ത്യയിലെ വ്യവസായികൾ ലോക നിലവാരത്തിൽ വന്നാൽ ആർക്കാണ് കുഴപ്പം? ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരായിട്ടുള്ള 25 വ്യവസായികൾ ഇപ്പോഴും അമേരിക്കയിലാണ് ഉള്ളത്. അതിന് മനസ്സിലാവുന്നുണ്ട്. വേറെ രാജ്യത്തിൽ നിന്ന് വരാൻ അവർ സമ്മതിക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് യൂറോപ്യൻസ് അവർ സമ്മതിക്കത്തില്ല. ഇപ്പോൾ ഇതിനൊക്കെ തടയിടുന്നതിന് വേണ്ടിയാണ് ഇതുപോലുള്ള ഏജൻസികൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഷോൺ റോസ്കർ എന്ന് പറയുന്ന അനാലിസർ ഹിൻഡൻബർഗ് അവിടെ ഇയാളുടെ ഒരു പുതിയ പുള്ളി ഒരു ഇത് കാര്യങ്ങളൊക്കെ അനാലിസ് ചെയ്യുന്ന ആൾ. ലോകമൊത്തം എങ്ങനെ നിൽക്കുന്നു, ആ രാജ്യം എങ്ങനെ നിൽക്കുന്നു, ഈ രാജ്യം എങ്ങനെ നിൽക്കുന്നു, പുള്ളിയുടെ പ്രൊഫൈലൊക്കെ അത്യാവശ്യം പേരുള്ള പ്രൊഫൈലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് യൂറോപ്പിലല്ല വിഷയം. അദ്ദേഹത്തിൻ്റെ പുതിയ ഒരു വിഷയം ഞാൻ യൂറോപ്പിലല്ല വിഷയം, ഇവിടെയാണ് വിഷയം. നമ്മുടെ ഈ ഏഷ്യൻ എവിടെയാണ് വിഷയം? ഇവിടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടെ ചൈനയുമായിട്ട് വിഷയം, പാകിസ്ഥാൻ വിഷയം, ഇന്ത്യയിൽ വിഷയം. ഇവിടെ നമുക്ക് ഭയങ്കര സംഘർഷമാണ്. ഏത് സമയവും ഒരു അണുവായുധം ഈ രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പുള്ളിയുടെ പുതിയ ഈ ലേഖനത്തിലെ കണ്ടെത്തൽ. ഈ ലേഖനം പ്രസിദ്ധീകരിച്ച് ഡിപ്ലോമാറ്റിലാണ്. ഡിപ്ലോമാറ്റ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിദ്ധീകരിക്കുന്ന ഒരു അല്ലേ. ഇത് വായിച്ചു കഴിയുമ്പം മനസ്സിലാവുമെന്ന് പറഞ്ഞാൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇപ്പം റഷ്യയും അമേരിക്കയും തമ്മിൽ വിഷയമുണ്ട്. നമ്മുടെ ഇസ്രായേലും പാലസ്തീനും വിഷയം, ആ വിഷയം പടർന്നുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്യൻ കൺട്രീസ് മൊത്തം പടർന്നുകൊണ്ടിരിക്കുകയാണ്. സംഘർഷഭരിതം. അപ്പോൾ എന്നും നമ്മൾ ഉറ്റുനോക്കുക. അമേരിക്ക പോലും പറയും നാളെ ഇറാൻ അടിക്കും, മറ്റന്നാൾ ഇറാൻ അടിക്കും, ഇന്നടിക്കുക. മറ്റേ തീവ്രവാദ ഗ്രൂപ്പുകൾ, ഇസ്ലാമിസ്റ്റുകൾ അയ്യോ നമ്മുടെ ഇസ്രായേൽ നിരന്തരം അടിച്ചുകൊണ്ടിരിക്കുന്നു. അതേ സംഘർഷം എത്ര ആളും കൊണ്ട് അവിടെ 300 ദിവസം കൊണ്ട് അവിടെ. അപ്പം ആ പ്രദേശത്തൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടാണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള കുഴപ്പങ്ങളെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടി നമ്മൾ സാധാരണ പരിശോധിക്കുമ്പോൾ ഈ റിപ്പോർട്ടിനകത്തൊന്നുമില്ല. ഈ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് മൊത്തത്തിൽ വായിച്ചു നോക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ ഈ 3 രാജ്യങ്ങളുടെ പണ്ടുതൊട്ടേ വിഷയങ്ങളാണ്. ഇവർ തമ്മിൽ ശത്രു രാജ്യങ്ങളാണ്. ഇവർ 3 അണുവായുധം വഹിക്കുന്ന രാജ്യങ്ങളാണ്. ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട് അനുസരിച്ച് ചൈനയിൽ 500 അണുവായുധങ്ങൾ വരെ ഉണ്ട്. മനസ്സിലാവുന്നുണ്ട്. പാകിസ്ഥാനിലും ഉണ്ട്. ഇന്ത്യയും മോശമല്ല. അപ്പോൾ ഇവർ തമ്മിലൊരു സംഘർഷമുണ്ട്. നേരത്തെ ബാലാക്കോട്ട് ആക്രമണത്തിന് ശേഷം നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. അന്ന് വിഷയങ്ങളുണ്ടായിരുന്നു. അന്ന് സർജിക്കൽ സ്ട്രൈക്ക് നടത്തി ശരിയാണ്. നമ്മുടെ ഒരു പട്ടാളക്കാരനെ തിരിച്ചു വിട്ടില്ല, നമ്മൾ കയറി അടിച്ചേനും. അത് അണുവായുധം ഒന്നും പ്രയോഗിക്കത്തൊന്നുമില്ല. മനസ്സിലാകുന്നില്ല. അപ്പോൾ അന്ന് അതിന് ശേഷം ഒരു മിസൈൽ നമ്മുടെ ഈ ബ്രഹ്മോസ് മിസൈൽ അവിടെ ചെന്ന് അവിടെ വീണു. നമ്മളതിന് ചർച്ച ചെയ്ത് നമ്മൾ ആ വിഷയങ്ങൾ ആ ബ്രഹ്മോസ് മിസൈൽ അവിടെ വീണിരുന്നു. ഈ റിപ്പോർട്ടിനകത്തുള്ള ബ്രഹ്മോസ് മിസൈൽ വീണു, അത് അറിയാതെ വീണതല്ല. അതിൻ്റെ പ്രശ്നം ഇപ്പോഴും പാകിസ്ഥാൻ്റെ ഇടയിൽ നിൽക്കുകയാണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇവർ തമ്മിൽ അണുവായുധം അല്ലെങ്കിൽ ഉണ്ടാവാം. ബ്രഹ്മോസ് മിസൈൽ ഈ അണുവായുധം വഹിക്കാൻ കെൽപ്പുള്ളതാണ്. അതുകൊണ്ട് ആണവായുധം വഹിക്കാൻ ബ്രഹ്മോസ് മിസൈൽ നമ്മൾ പലർക്കും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇപ്പം ലോകത്തെ 10-75 രാജ്യങ്ങൾക്ക് ആയുധം നിർമ്മിച്ച് കൊടുക്കുന്ന രീതിയിലേക്ക് ഇന്ത്യ വളർന്നിട്ടുണ്ട്. ബ്രഹ്മോസ് മിസൈൽ ഫിലിപ്പീൻസിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് വേണമെങ്കിൽ ബാക്കി ക്യാരി ചെയ്യുന്നതുകൊണ്ട് ഇതും ക്യാരി ചെയ്യാം. അല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനമല്ല. അപ്പം ഞാനീ പറഞ്ഞത് ഇതുപോലെ ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ വേറെ ഒന്നുമില്ല. ഇപ്പം നമുക്ക് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അണുവായുധം ഉണ്ടെങ്കിൽ പോലും അത് ഉപയോഗിക്കാനുള്ള പക്വതയുണ്ട്, പാകതയുണ്ട്. അത് ഉപയോഗിക്കേണ്ട രീതി ഈ രാജ്യങ്ങൾക്ക് അതില്ല.
അതുകൊണ്ട് സൂക്ഷിക്കണം. ഇതിൻ്റെ അർത്ഥം എന്താ? ഇന്ത്യ പോലുള്ള രാജ്യത്തോട്ട് ആരും വന്ന് ഇൻവെസ്റ്റ് ചെയ്യരുത്. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ലോകത്തെ കോടീശ്വരന്മാർ ഇൻവെസ്റ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ ലോകത്തെ വലിയ വലിയ കമ്പനികൾ വരരുത്. ഇതൊക്കെ വായിച്ച് നോക്കുമല്ലേ, ഇതുപോലെ വലിയ വലിയ അമേരിക്കയൊക്കെ സായിപ്പുണ്ടാക്കിയ സാധനമല്ലേ, വായിച്ച് നോക്കുമ്പോൾ ഇവിടെ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. നമ്മൾ പോയി നമ്മളൊരു കമ്പനിയൊക്കെ തുടങ്ങി കഴിയുമ്പോഴായിരിക്കുമല്ലോ ഒരു പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് അതിന് വേണം. അപ്പം ആ രീതിയിൽ ഇന്ത്യ വളരുന്ന ഇന്ത്യ സാമ്പത്തികമായിട്ട് പുറകോട്ടടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം പറഞ്ഞാൽ മനസ്സിലായില്ലേ, അമേരിക്ക ചെയ്യുന്നത്. അതുപോലെ ഞാൻ വേറെ ഒന്നുമില്ല, അതിന് ഉദാഹരണം പറയുന്നു. ജോണിൻ്റെ ഒരു 10 ലക്ഷം രൂപ വേണ്ടി ജോണിന് സേഫായിട്ട് എടുത്ത് ഡെപ്പോസിറ്റ് ആണ്. ജോൺ ആദ്യമേ SBI ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. എന്തുവാ ജോണിൻ്റെ ഒരു വിശ്വാസം, ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള, ഒരിക്കലും പൊളിയത്തില്ല SBI ആകുമ്പോൾ. സഹകരണ ബാങ്ക് കൊണ്ടുവന്ന് നോക്കൂ, സഹകരണ ബാങ്കിൽ ഇടുന്നതിന് ഒത്തിരി കഴിഞ്ഞിട്ട് ഒരു റിസ്കി ഫാക്ടറായിട്ട് വരുന്നത് എന്ന് പറഞ്ഞ പോലെ വലിയ വലിയ ബിസിനസ്സുകളും മറ്റു കാര്യങ്ങളും ഒക്കെ. അപ്പം ഇതുപോലുള്ള റിപ്പോർട്ടുകൾ ഈ ഹിൻഡൻബർഗ് അല്ലെങ്കിൽ ഇങ്ങനെ വരുന്നത്. ഒരു ഹാപ്പിനെസ് ഇൻഡെക്സ് കണ്ടിട്ടില്ലേ? ഇത് ആരുടെയാണ്? ഇത് അമേരിക്കയിൽ നിന്നാണ് വരുന്നത്. ഇപ്പം ഹാപ്പിനെസ് ഇൻഡെക്സും പൊളിഞ്ഞു ബംഗ്ലാദേശിൻ്റെ വിഷയം വെച്ചിട്ട്. ഇവിടെ നമ്മൾ മൊത്തവും ആൾക്കാർക്കും ഈ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് മോദി സർക്കാർ ചെയ്യുന്ന 68% ഇന്ത്യക്കാർക്ക് സൗജന്യ റേഷൻ കൊടുക്കുക. പിന്നെ എങ്ങനെ ഇന്ത്യ പട്ടിണി കിടക്കുന്നത്? ഇന്ത്യ പട്ടിണിയുടെ കാര്യത്തിൽ 170, 160 ഇതെടുത്ത് വെച്ച് പ്രചരണം നടത്താൻ ഇവിടുത്തെ കുറേ ആൾക്കാർ, മനസ്സിലായില്ലേ? അപ്പം ഇതുപോലുള്ള ഇൻഡെക്സുകൾ എല്ലാം അല്ലെങ്കിൽ ഇതുപോലുള്ള അനാലിസിസുകളെല്ലാം അമേരിക്കൻ നിർമ്മിതമാണ്. അതിന് അമേരിക്കയുടെ സപ്പോർട്ടുണ്ട്. അതിന് കാരണങ്ങളെന്ന് പറഞ്ഞാൽ വ്യവസായികളെ തകർക്കുക, വ്യവസായികളിൽ കൂടി ഇന്ത്യയെ തകർക്കുക, ഇന്ത്യ സാമ്പത്തിക ഉയർച്ചയ്ക്ക് കോട്ടം വരിക. ഇതിന് നമ്മുടെ ഈ റിപ്പോർട്ടിനകത്ത് സത്യാവസ്ഥ വിളിച്ചു പോകുന്ന രീതിയിൽ ഇന്ത്യയിലെ ഒരു അനലിസിസ് മറുപടി പറഞ്ഞിട്ടുണ്ട്. വിജയ്ന്ദർ കെ താക്കൂർ, ഈ പട്ടാളത്തിൻ്റെയും അല്ലെങ്കിൽ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മോസ് വിഷയൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് സംഭവിക്കുന്ന കാര്യങ്ങളല്ല. ഇതെന്തിനു വേണ്ടി പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശങ്ങൾ അണുവായുധ പ്രശ്നങ്ങളുള്ള മേഖലയാണ്. അതുകൊണ്ട് ഇവിടെ ബിസിനസ്സുകളും മറ്റു കാര്യങ്ങളുമില്ല. മാത്രമല്ല ഈ മാതിരി കാര്യങ്ങൾ പറഞ്ഞാൽ അസ്ഥിരമായിട്ടുള്ളൊരു രാജ്യമാണെന്നുകൊണ്ട് ഇന്ത്യയിൽ വീണ്ടും അട്ടിമറികൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമമാണ്. ഇത് അമേരിക്കയുടെ കൃത്യമായ ശ്രമമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാനീ പറയുന്നത് ഇന്ത്യയിൽ അമേരിക്ക നിരന്തരമായിട്ട് ഇന്ത്യ മഹാരാജ്യത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇന്ത്യയുടെ വളർച്ച അല്ലെങ്കിൽ ഇന്ത്യയുടെ പോക്ക് തടയുന്നതിന് വേണ്ടി, അത് അമേരിക്കയുടെ കൈപ്പിടിയിൽ ഒതുക്കാത്ത രീതിയിൽ അമേരിക്കയ്ക്ക് അപ്പുറം പോകുമോ, അല്ലെങ്കിൽ അമേരിക്കയുടെ ലോക പോലീസിന് ഇന്ത്യ തടസ്സമാകുമോ എന്നൊക്കെ കണ്ട് കളിക്കുന്നുണ്ട്. അത് വളരെ ഉറ്റുനോക്കി അല്ലെങ്കിൽ വളരെ ജാഗ്രതയോടുകൂടി ഒരു നിമിഷവും ശ്രദ്ധയില്ലാതെ പോകുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ത്യയിലെ ഭരണാധികാരികൾ പോയില്ലെങ്കിൽ ഇന്ത്യക്കകത്തുള്ള ഇന്ത്യയുടെ ശത്രുക്കളെ പിടിച്ച് അല്ലെങ്കിൽ വെളിയിൽ നിന്നുള്ള ശത്രുക്കളെ പിടിച്ച് ഏത് വിധനെയെങ്കിലും ഇവിടെ ഒരു കലാപവും പ്രശ്നങ്ങളും ഉണ്ടാക്കി ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനും ഇന്ത്യയുടെ ഇപ്പോഴത്തെ പോക്കിന് തടസ്സം വരുത്തുന്നതിന് വേണ്ടി അമേരിക്ക ശ്രമിച്ചിട്ടുണ്ട്. അത് തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള അനാലിസിമാരും അല്ലെങ്കിൽ ഹാപ്പിനെസ് ഇൻഡെക്സ് കണ്ടെത്തുന്നതുമൊക്കെ വ്യാജമാണെന്ന് കുറച്ചെങ്കിലും പേർക്ക് ഈ ബംഗ്ലാദേശ് കലാപത്തിൽ നിന്ന് മനസ്സിലായി. ഇതെല്ലാം വ്യാജമാണ്. സായിപ്പുമാർ പറയുന്നതെല്ലാം അവരുണ്ടാക്കുന്നതാണ്. അവർ സായിപ്പിൻ്റെ നമ്മുടെ മനോരമയുടെ കൂട്ടേ ഉള്ളൂ. സായിപ്പിൻ്റെ ചില പുസ്തകങ്ങൾക്കകത്ത് ഫ്രണ്ട് പേജ് വന്നു കഴിഞ്ഞാൽ ലോകം മൊത്തം അങ്ങ് വലിയ നമ്മുടെ ടുഡേയുടെ കൂട്ട് എന്ന് അവരുടെ വന്നു കഴിഞ്ഞാൽ അവർ അത് എന്ന് വെച്ചാൽ സ്വയം അവർ ഹൈപ്പ് ചെയ്യും. അത് നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നത്? നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ മോശമാകും. പക്ഷേ അമേരിക്കക്കാരനും അല്ലെങ്കിൽ യൂറോപ്യൻസും ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവനൊരു കുഴപ്പം വന്നു കഴിഞ്ഞാൽ, ഇപ്പം മറ്റിടത്ത് വിഷയം വന്നപ്പോൾ അവൻ അവിടെ ഇറങ്ങി ആൾക്കാരെ അടിക്കുക, വിഷയം ഉണ്ടാക്കുന്നതിനെ അവരടിച്ച് ഓടിക്കുക. അവരുടെ രാജ്യത്ത് വിഷയം ഉണ്ടാകും. ഇവിടെ ആണെങ്കിലും എന്തോ ഇവൻ്റെ കൂടെ നിന്നുകൊണ്ട് രാജ്യത്തിനെതിരെ അടി. അപ്പം ഇത് അമേരിക്ക ശ്രമിച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ രാജ്യസ്നേഹികളായിട്ടുള്ളവർ അത് മനസ്സിലാക്കി ഇന്ത്യയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ ഇഴമ ചെമ്മാതെ നോക്കിയിരിക്കണം എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാൻ പറ്റുകയുള്ളൂ. അങ്ങനെ തന്നെ ആയിരിക്കും ഇന്ത്യ മഹാരാജ്യത്തിലെ ജനങ്ങളെന്നാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഒരു അട്ടിമറിയോ അമേരിക്കയുടെ ഈ പണിയോ ഒന്നും ഇന്ത്യയിൽ നടക്കത്തില്ല എന്ന് ആശിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.